രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പേരെ വാൽമീകി രാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ആ രാമനെ തേടിപ്പോയതായ അയോധ്യാവാസികൾ തിരിച്ച് അയോധ്യയിലേക്ക് വരേണ്ടി വന്നു. ഉറക്കത്തെ അവർ ശപിച്ചു എന്നാണ്. ഉറങ്ങിയ സമയത്ത് ഭഗവാൻ സ്ഥലം വിട്ടു, ഉണർന്നാൽ പോകാൻ പറ്റില്ല. അങ്ങനെ പ്രഭാതായാം തു ശർവര്യാം, ആ നദിയൊക്കെ കടന്ന് പ്രഭാതത്തിൽ അവരാണ്ട് പോയി ഉറക്കത്തെ പോലും ശപിച്ചുകൊണ്ട് വളരെ ദുഃഖിതരായി അവർ അയോധ്യയിലേക്ക് മടങ്ങി എന്നാണ് പറഞ്ഞു വെച്ചത്. അങ്ങനെ മടങ്ങി പോന്നതോട് കൂടിയിട്ട് പിന്നീട് ഒരുപാട് ദുഃഖം ആ അയോധ്യയുടെ ഒരു ചിത്രം വർണ്ണിക്കുകയാണ്. കൃഷ്ണൻ പോയതായിട്ടുള്ള ഗോകുലത്തെ വർണ്ണിക്കും ഭാഗവത്തിൽ ഒരു ബോർഡിൽ ഏതെങ്കിലും നീല നിറത്തിലൊന്ന് കണ്ടാൽ കുതിച്ചോടുകയായി ഗോക്കൾ കണ്ണൻ്റെ എല്ലാ നിറമെന്നറിഞ്ഞ് പെട്ടെന്ന് പൊട്ടിക്കരയുന്നു പാവം. ഒരു നീല നിറത്തിൽ ഒരു വേഷം ധരിച്ച ഒരാൾ പോവുക എന്തെങ്കിലും ചെയ്താൽ ഓടി വരും പശുക്കൾ കണ്ണനാണെന്ന് വിചാരിച്ചിട്ടേ. കൃഷ്ണനെല്ലാം അറിഞ്ഞിട്ട് കണ്ണീരൊഴുക്കി അവർ നിരാശരായിട്ട് അങ്ങോട്ട് നിൽക്കും എന്നാണ്. ലലീലാ കദംബത്തറയിങ്കൽ വന്നു നോക്കുന്നു മാൻകുട്ടികളാർത്തിയോടെ കാണുന്നതില്ലിപ്പോൾ മനോജ്ഞവംശി തൃക്കാൽ പിണച്ചൂതിടുമാ സ്വരൂപം. ഒട്ടൂരിൻ്റെയൊക്കെ വരികളെ കാലും പിണച്ച് ഓടക്കുഴൽ ഊതനായിട്ടുള്ള ആ ഒരാളെ ഇപ്പം കാണാനില്ലല്ലോ. എന്തൊരു സുഖമായിരുന്നു അയാളുടെ അടുത്ത് നിൽക്കാൻ. ഭഗവാനാണെന്നൊന്നും അവർക്ക് അറിയൊന്നുമില്ല, എന്നാലും അടുത്ത് നിൽക്കുമ്പോഴത്തെ ഒരു സുഖം ഭഗവാൻ തന്നെയല്ലേ. ആ ജീവികൾക്കടക്കം അതുണ്ടായിരുന്നു എന്നാണ്. എന്തോ ഒരു സുഖം. മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ആ രൂപം എവിടെ പോയി എന്നിങ്ങനെ വിചാരിച്ച് ഗോപസ്ത്രീകളെ, മാൻകുട്ടികളെ, വൃക്ഷങ്ങളടക്കം വനമാത്ത മൃഗം വിഷണ്ണ വൃക്ഷങ്ങൾ പോലും ഇലകളൊക്കെ വാടിക്കരിഞ്ഞ് തൊട്ടാവാടി വാടണ പോലെ എല്ലാ വൃക്ഷങ്ങളുടെ ഇലകളും വാടിക്കൊണ്ട് അത്യന്ത ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ അവിടെ ഉണ്ടായതുപോലെ ഇവിടെയും വർണ്ണിക്കുകയാണ്. ദുഃഖത്തിലങ്ങനെ മുങ്ങിക്കുളിച്ച് എല്ലാവരും മരിക്കാൻ മോഹിച്ചു. അതാണപ്പോൾ ഇതിനേക്കാളും ഭേദം. രാമനില്ലാത്ത അയോധ്യയിലേക്കാളും മരിക്കല്ലേ ഭേദം എന്നൊരു ചിന്ത. ഉൽക്കഥാനീവ സത്വാനി ബഭൂര മനസ്വിനാം അനുഗമ്യ നിവൃത്താനാം രാമം നഗരവാസിനം. നഗരവാസികൾക്കെല്ലാം അവരൊക്കെ വളരെയേറെ പീഡിതരായി എന്ന് പറയുകയാണ്. സ്വം നിലയമാഗമ്യ പുത്രധാരേ സമാവൃത. ഭാര്യ മക്കളോട് കൂടിയിട്ടൊക്കെ അവർ മെഴുനീരൊഴുക്കി. അവിടെ വ്യത്യാസമൊന്നുമില്ല, അമ്മ, അച്ഛൻ, മക്കളെ, ഭാര്യ, മകൻ്റെ ഭാര്യ, ഈ വ്യത്യാസമില്ലാതെ സർവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി എന്ന് പറയുകയാണ്. അങ്ങനെ ദുഃഖത്തിലാണ്ടു. ആനന്ദം, ഉല്ലാസം മുതലായിട്ടുള്ളത് അയോധ്യയിൽ നിന്ന് വളരെ കാലം വിട പറഞ്ഞു. പോയി വരുന്നത് വരെ അങ്ങനൊരു ഉല്ലാസമോ സന്തോഷമോ അവിടെ ഉണ്ടായില്ല. കച്ചവടമൊന്നും നടന്നില്ല. ബന്ധുണ്ടായുണ്ടാവുമല്ലോ. റോഡുകളെല്ലാം ഒഴിഞ്ഞു കിടന്നു. വീടുകളിൽ പാചകം കൂടി നടന്നില്ല എന്ന് പറയുകയാണ്. ഭക്ഷണം വയ്ക്കാൻ ആൾക്കാർക്ക് തോന്നണ്ടേ, അവരെണീക്കാനും അടുപ്പ് കത്തിക്കാനും അതും ഉണ്ടായില്ല എന്ന് പറയുകയാണ്. എന്നിട്ടോ ആ ഗൃഹേ രുദന്ത്യശ്ച ഭർത്താരം ഗൃഹമാതരം വ്യഗർക്കയന്ത ദുഃഖാർത്ത വാർഭിസ്തോത്രേരിവ ദിവ. ഈ വീടുകളിൽ ഭർത്താക്കന്മാരെ ഒക്കെ സ്ത്രീകൾ വളരെയധികം ചീത്ത പറയുക, വാക്കുകളെ കൊണ്ട് അടിക്കുന്ന പോലെ പ്രഹരിച്ചു എന്നൂടെ പറയണം. ഏത് പ്രകാരം ആനയെ ആ പാപ്പാൻ അടിച്ച് അല്ലെങ്കിൽ ശിക്ഷിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നുവോ അതുപോലെ ദുഃഖാർത്തരായിട്ട് സ്ത്രീകൾക്ക് ദേഷ്യം വന്നാൽ വല്ലാണ്ട് സങ്കടം വരുമ്പോൾ ദേഷ്യമായിട്ട് മാറും അതടയ്ക്ക്. അതുകൊണ്ട് ഭർത്താക്കന്മാർക്ക് സ്വൈരം ഉണ്ടായില്ല. പഴിച്ചു എന്ന് പറയുകയാണ്. കാര്യകാരണങ്ങളില്ലാതെ ഭർത്താക്കന്മാരെ പഴിക്കുക. അവർ പറഞ്ഞു, എന്ത് വീട് കിന്നു തേഷാംഗൃഹേ കാര്യം കിൻ ധാരേ, എന്ത് ഭാര്യ, എന്ത് ഭർത്താവ്, എന്ത് കുട്ടി, എന്ത് ധനം,
എന്ത് ജീവിതം, എന്ത് ലോകം, മരിക്കുക ഭേദം. ഒന്നും വേണ്ട, വീടും വേണ്ട, കുട്ടിയും വേണ്ട, ഭാര്യയും വേണ്ട, കുടുംബവും വേണ്ട. രാമനില്ലാത്ത അയോധ്യ അടച്ചാൽ നമുക്ക് ഒറ്റ കാര്യമാണ് നല്ലത്, മരിക്കുക. അതിലപ്പുറം മറ്റൊന്നും സുഖമായിട്ട് അവർക്ക് തോന്നിയില്ല. ആ ലക്ഷ്മണൻ്റെ ഒരു ഭാഗ്യേ രാമൻ്റെ കൂടെ പോയിട്ട് ശുശ്രൂഷിക്കാൻ സാധിച്ചു. കാടായാൽ എന്താ കുഴപ്പം? കാടായതുകൊണ്ട് എന്താണ് ലക്ഷ്മണന് നഷ്ടം? രാമനില്ലേ അവിടെ? അത് സ്വർഗമല്ലേ എന്ന് ചോദിക്കുകയാണ്. പൊയ്ക, താമര ഒക്കെ നിറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഭഗവാനെ തഴുകണ താമര ഭാഗ്യം ചെയ്തവളാണ്. ആ പുണ്യ പൊയ്ക നദി ഭാഗ്യം ചെയ്തിരിക്കുന്നു. അതിലല്ലേ രാമൻ ഇറങ്ങിയിട്ട് കുളിക്കണത്. ആ തെളിനീരിൽ ഇറങ്ങി കാകുസ്ഥനായിട്ടുള്ള രാമൻ കുളിക്കുമ്പോൾ ആ നദികൾ പുളകം കൊള്ളും. ജീവനില്ലാത്തതാണെങ്കിലും നദികളും പൂക്കളും പൊയ്കകളും ഭാഗ്യവാന്മാരാണ്. ജീവൻ ഉണ്ടായിട്ട് നമുക്ക് എന്തേ കാര്യം ഉണ്ടായി? രാമവിരഹമല്ലേ അനുഭവിക്കേണ്ടി വന്നത് എന്ന് ചോദിക്കുകയാണ്. ആ പുഷ്പങ്ങൾ, മലകൾ ഇതൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. അവർക്കൊക്കെ ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കാലോ, വരൂ രാമ വരൂ എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടിയില്ലേ? പാസാം അനുമന്തശ്ച പർവ്വതാഃ ആപകാശ്ച മഹാനൂപാം സാനുമന്തശ്ച പർവ്വത. ആ പർവ്വതങ്ങളൊക്കെ ഭഗവാന് സ്വീകരണം എതിരേൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടാവും. അവർക്ക് സന്തോഷം. നമ്മളെത്ര ദുഃഖിക്കുന്നുവോ അതേപോലെ തിരിച്ചവർക്കൊക്കെ സന്തോഷം വന്നു. അവരുടെ ഭാഗ്യം നമ്മുടെ നിർഭാഗ്യം. വിചിത്ര കുസുമാപീഡ ബഹുമഞ്ചരിധാരിണ. അനവധി പുഷ്പങ്ങളെ വഹിക്കുന്നതായിട്ടുള്ള ആ വൃക്ഷങ്ങളും ഭഗവാന് സ്വാഗതവും കാഴ്ചയും ഏകിയിട്ട് ഭഗവാന്റെ കണ്ണിന് ആനന്ദമേകും. അവർക്കൊക്കെ സന്തോഷവും നമുക്കൊക്കെ ദുഃഖവും ഈ സർവേശ്വരനായിരിക്കുന്ന ആ ഭഗവാൻ എന്തിനാണ് തന്നത്? തെളിഞ്ഞതായിട്ടുള്ള വെള്ളം, അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങൾ, ഇതെല്ലാം ഭഗവാന് കാഴ്ചവെക്കും പ്രകൃതി. ആ വനത്തിലത്തെ പ്രകൃതി ഭഗവാന് വെള്ളച്ചാട്ടം കാണാനായിക്കൊണ്ട് കാഴ്ചവെക്കും. അതിനവർക്ക് സാധിച്ചല്ലോ, അത് അവരുടെ ഭാഗ്യം. നമുക്കിപ്പോൾ എന്തേ കാര്യം ഉണ്ടായി എന്ന് ആ കാട്ടിലത്തെ ചില ഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇപ്പം ചിലർ പറഞ്ഞു സീതയ്ക്ക് എന്താ ആരും പറയാത്തത്? ആ സീതയുടെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കാടായതുകൊണ്ട് എന്താ കുഴപ്പം? ആ ഭഗവാനെ ഒരു പത്നിയുടെ സ്ഥാനത്ത് നിന്നിട്ട് ഇങ്ങനെ ഏതാ പരം സ്ത്രീത്വമപാർത്ഥപേശലം. ഭാഗവതത്തിലെ ശ്ലോകമുണ്ട്, സ്ത്രീത്വം തന്നെ പുണ്യമുള്ളതാണ് എന്നാണ്. എന്താ കാരണം? ആ പത്നിമാർക്കൊക്കെ ഭഗവാനെ സൽക്കരിക്കാൻ ഭഗവാനെ പരിചരിക്കാൻ സാധിച്ചില്ലേ? സ്ത്രീത്വത്തിന് സാധാരണ ഒരു ഭർത്താവ് നല്ല ആളാണെങ്കിൽ ആ ഭർത്താവിനെ പരിചരിക്കുന്നതിൽ ഒരു അഭിമാനവും സന്തോഷവും ഉണ്ടാവും. നല്ല സ്ത്രീയാണെങ്കിൽ, നല്ല സ്ത്രീ ആവണം, ഇയാൾ നല്ല ആളും ആവണം. അപ്പോൾ അത് ഭഗവാനാണെങ്കിലോ സാധാരണ സ്ത്രീക്ക് അഭിമാനമാണ് നല്ലൊരു ഭർത്താവിൻ്റെ അല്ലേ? അപ്പോൾ ഈ ഭഗവാൻ ഭർത്താവായിട്ട് വരുമ്പോൾ എത്ര അഭിമാനം സന്തോഷവും ആ സ്ത്രീകൾക്ക് ഉണ്ടാവണം. അതല്ലേ ഇപ്പോൾ സീതയുടെ അവസ്ഥ? എവിടെയായാൽ എന്താ? രാമനല്ലേ ഭർത്താവ്? അതൊരൊറ്റ കാര്യം പോരേ എന്ന് ചോദിക്കുകയാണ്. യാതൊരുവിധ ഭയങ്ങൾ വലിയ മരങ്ങളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ മറ്റൊന്നും സീതയ്ക്കോ ലക്ഷ്മണനോ ഉണ്ടാവില്ല. എന്താ കാരണം? കൂടെ രാമനില്ലേ എന്ന് ചോദിക്കുകയാണ്. രാമനുള്ളപ്പോൾ കാട്ടിൽ നിന്ന് ഒരു പേടിയുണ്ടാവില്ല. എന്നെ പറയണം, മഹാബാഹുവായിരിക്കുന്ന ആ രാമൻ നിസ്സാരക്കാരനല്ല. സിംഹവും രാമനെ കണ്ടാൽ ഒഴിഞ്ഞു പോവും. ഭഗവാന്റെ വ്യക്തിത്വമാണ്, ഈശ്വരനല്ലേ. സിംഹവും ഏത് മൃഗങ്ങളെയും ഒരു പേടിയും അവർക്ക് വരില്ല. കാട് എന്നുള്ള പേടിയൊന്നും അവർക്കുണ്ടാവില്ല. അത് പറയുകയാണ് രാമനുണ്ടാവുകൊണ്ട്. പിന്നെ പറയുകയാണ് ആ ഭഗവാന്റെ പാദത്തിൻ്റെ ഒരു ഛായ പോലും സുഖകരമാണ്. ഒരു നിഴൽ കിട്ടിയാൽ മതി, അതുപോലും സുഖമാണ്. അപ്പോൾ ഭഗവാന്റെ കൂടെ നിൽക്കുന്നവർക്ക് എത്ര സുഖം ഉണ്ടാവണം. എല്ലാവർക്കും, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാൻ ഈശ്വരനാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ, വേഗം കാട്ടിലേക്കാണ് പോവുക. കാട്ടിലേക്ക് പോയിട്ട് സീതയെ ശുശ്രൂഷിക്കുക. സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾ സീതയുടെ തോഴിമാരാവാം. പുരുഷന്മാരോ അവർ രാമൻ്റെ തോഴന്മാരുമായിക്കോട്ടെ. രാമനെ ശുശ്രൂഷിച്ചു കൊണ്ട് പുരുഷന്മാരും സീതയെ ശുശ്രൂഷിച്ചു കൊണ്ട് സ്ത്രീകൾക്കും അവിടെ നിൽക്കുകയാണെങ്കിൽ അതാണ് ഈ അയോധ്യാവാസത്തേക്കാൾ, രാമനില്ലാത്ത അയോധ്യാവാസത്തേക്കാൾ ശ്രേഷ്ഠം എന്നങ്ങനെ വിചാരിക്കുകയാണ് അവർ. എന്തായാലും കാട്ടിൽ എല്ലാവർക്കും നല്ല യോഗവും നല്ല സുഖവും നല്ല ജീവിതവും രാമൻ പ്രദാനം ചെയ്യും. കേവലം കായികനികളോ പഴങ്ങളോ ആണെങ്കിലും ആനന്ദം, സന്തോഷം, സംതൃപ്തി അത് അവിടെ ആയിരിക്കും കൂടുതൽ എന്ന് പറയുകയാണ്. ഇവിടെ എല്ലാ സുഖങ്ങളും ഉണ്ടെങ്കിലും വിരസമായിട്ട് തോന്നുന്നു. എന്തൊരു ജീവിതമാണത് എന്ന് ചോദിക്കുകയാണ്. കോന്വനേന പ്രതീതേന സോൽക്കണ്ഠിതജനേന ച സംപ്രീയേത മനോജ്ഞേന വസേന ഗൃഹചേതസ.
ഈ വീട് കുട്ടി അത് ഇത് എന്നും വിചാരിച്ച് വിരസമായിട്ട് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നതിൽ ഏതൊരാൾക്കാണ് സുഖം തോന്നുക? രാമനില്ലാത്തതായിരിക്കുന്ന അയോധ്യയ്ക്ക് എന്ത് സുഖമാണോ ഉള്ളത്? ചിലർ പറഞ്ഞു അധർമ്മം തന്നെയാണ് കൈകേയി കാണിച്ചത്. മൂത്തപുത്രന് എല്ലാ രീതിയിലും അവകാശമുള്ള എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലമായിരിക്കുന്ന ആ രാമനെ കാട്ടിലേക്ക് അയക്കാൻ കൈകേയിക്ക് തോന്നില്ല. കൈകേയ്യ ഇത് ചേത് രാജ്യം സ്യാദ അധർമ്മ്യ മനാഥവൽ. അധർമ്മം പ്രവർത്തിച്ചുകൊണ്ട് ഈ കൈകേയിക്ക് കാട്ടിലേക്ക് അയക്കാൻ സാധിച്ചു. പണമോ മറ്റു രാജ്യസുഖങ്ങളെ കൊണ്ടോ എന്ത് കാര്യം എന്ന് അവർ വിചാരിക്കുകയാണ്. ഒരു സുഖമോ രാജ്യമോ അധികാരത്തിനോ വേണ്ടി ആ കൈകേയിക്ക് ഭർത്താവ് എന്നുള്ള വിചാരമുണ്ടോ? മകൻ എന്നുള്ള വിചാരമുണ്ടോ? സൽഗുണങ്ങളെ ബഹുമാനമുണ്ടോ? ഇതൊക്കെ ത്യജിച്ച് രാജ്യാധികാരം കാക്ഷിച്ചിട്ടല്ലേ കൈകേയി ഇത്ര വലിയ അകൃത്യം പ്രവർത്തിച്ചത്? ആ കൈകേയിക്ക് എന്ത് തന്നെ ചെയ്തുകൂടാന്നൊക്കെയാണ്. കംസ പരിഹസേയനം കൈകേയി കുലപാംസിനി കംസ പരിഹരേധന്യം. ഇനി വേറെ എന്ത് വേണമെങ്കിലും ആ ചെയ്തുകൂടാത്ത ഇപ്പം അത് ചെയ്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മറ്റെന്തും ചെയ്യാൻ കൈകേയി ശരിക്കും പറയാച്ചാൽ മടിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അവരുടെ സംഭാഷണങ്ങളാണ്. ഞങ്ങൾ എന്തായാലും ഉറപ്പിച്ചു ഈ കൈകേയിയുടെ ഭരണവും ഭരതൻ്റെ ഭരണവും കണ്ട് ഇവിടെ നിൽക്കില്ല എന്ന് പറയണം. കൈകേയ നവയൻ രാജ്യേ പൃഥക ഹി വസേമഹി. ഇവിടെ ഞങ്ങൾ വസിക്കാൻ പോകുന്നില്ല, നടക്കില്ല അത്. ജീവന്ത്യാജാതു ജീവന്ത്യ പുത്രേരഭി ശഭാമകേ. ജീവനോട് ഇവിടെ ഞങ്ങൾ വസിക്കില്ല. ഞങ്ങളുടെ കുട്ടികളാണ് സത്യം എന്ന് പറയുകയാണ്. കുട്ടികളെ ചൊല്ലി ആണയിട്ടു അവർ. അതാ പുത്രേരഭി ശഭാമകേ. പുത്രനെ പിടിച്ചിട്ട് ഇതാ ഞങ്ങൾ സത്യം ചെയ്യണു, ഇവിടെ ജീവിതം ഞങ്ങൾക്കില്ല, ഉറപ്പാണത്. ആ പുത്രനെ നാട് കടത്തി. എന്തൊരു കഷ്ടമായിട്ടുള്ള കാര്യമാണ് അവർ ചെയ്തത്. ഇവിടെയുള്ള വാസം നമുക്കിനി എന്തായാലും വേണ്ട, എല്ലാം ഇതോടുകൂടി നശിക്കും, സംശയമില്ല. എന്താ കാരണം? ദശരഥന് ആയുസ് അധികമില്ല. അതവർ സംശയിച്ചത് ശരിയാ. ഇത് പറയുമ്പോൾ ദശരഥൻ മരിച്ചിട്ടില്ല, ഒരു മുമ്പക്കൂട്ടി കാണുകയാണ്. ദശരഥൻ്റെ ആയുസ് ഇനി അധികമില്ല. കണ്ടോ, അവർ മുമ്പക്കൂട്ടി കാണുന്നു, ദശരഥൻ മരിച്ചിട്ടില്ല. പിന്നെ പറയണു ദശരഥൻ മരിച്ചാലോ പിന്നുണ്ടോ കൗസല്യയ്ക്ക് അധികം കാലം, അപ്പോൾ കൗസല്യയും മരിക്കും. ഇത് രണ്ടു കൂട്ടരും മരിച്ചു എന്ന് കണ്ടാലോ ഭരതനും ദുഃഖിച്ചിട്ട് എന്താ ഉണ്ടാവുക എന്ന് പറയാൻ വയ്യ. പിന്നെ ഭരതന് രാജ്യം ഭരിക്കണമെന്നൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അമ്മ കൈകേയി ആണെങ്കിലും സ്വന്തം അച്ഛനല്ലേ ദശരഥൻ, അല്ലാണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ദശരഥൻ്റെ മരണം ഇതുമൂലം ഉണ്ടായി എന്ന് കണ്ടാൽ ഭരതൻ സന്തോഷമായിട്ട് രാജ്യം ഭരിക്കാൻ പറ്റുമോ? പിന്നെ ഭരതൻ്റെ കാര്യവും കട്ടായി, എല്ലാവരുടെ കാര്യവും കട്ടായി. ചുരുക്കം പറയാച്ച സർവനാശം സമാഗതം, സർവനാശം സമാഗതമായിരിക്കുന്നു. അതുകൊണ്ട് ആ നാശത്തെ കാണാൻ നമ്മൾ എന്തിനാ കൂട്ടരെ ജീവിക്കണം? തേ വിഷം പിബതാലോട്യ ക്ഷീണപുണ്യായ ദുഃഖിത രാഘവം വാനുഗച്ഛതം അശ്വതിം വാനുഗച്ഛത. ഒന്നുകിലും നമുക്ക് വിഷം കഴിച്ച് മരിക്കാം, അല്ലെങ്കിലോ കയറ് വിചാരിച്ചിട്ട് കെട്ടി തൂങ്ങിയിട്ട് മരിക്കാം. അതുമല്ല വെച്ചാൽ രാമൻ്റെ കൂടെ പോവാം. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഉള്ള ജീവിതം ഇനി പറ്റില്ല എന്നുള്ളത്. അത് മരിക്കണോ വനത്തിലേക്ക് പോകണോ ഏതാണോ വേണ്ടത് എന്നേ ഇവിടെ തീരുമാനമുള്ളൂ. ഭരതൻ്റെ കീഴിലെങ്ങാനും നമുക്ക് ജീവിക്കേണ്ടി വന്നാൽ അത് ഏതുപോലെയാവും? കശാപ്പുകാരൻ്റെ കയ്യിൽ നിൽക്കുന്നതായിട്ടുള്ള ആടോ നാൽക്കാലികളെ പോലെയാവും. ഭരതേ സന്നിബാധ സ്മ സൗനികേ പശവോ യഥാ. സൗനികൻ എന്ന് പറഞ്ഞാൽ അറവുകാരൻ എന്നാണ്. അറവുകാരൻ്റെ ശാലയിൽ ഉള്ള മൃഗങ്ങൾക്ക് വല്ല സുഖം ഉണ്ടാവുമോ? ഏത് നിമിഷമാണ് കഴുത്തിൽ കത്തി വരിക എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കണം. പൂർണ്ണചന്ദ്രനെ പോലെയുള്ള മുഖമുള്ളവൻ, എല്ലാവരെയും ജയിക്കാനുള്ളതായിട്ടുള്ള കഴിവ്, ശത്രുവിനെ നശിപ്പിക്കാനുള്ള കഴിവ്, ആജാനബാഹു, മുട്ടുവരേക്ക് കൈയെത്തുന്നതിനാണ് ആജാനബാഹു എന്ന് പറയുക. താമരപ്പൂ പോലെയുള്ള കണ്ണുള്ളവൻ, ലക്ഷ്മണൻ്റെ ജ്യേഷ്ഠൻ, ദശരഥപുത്രൻ, കൗസല്യാപുത്രൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗുണങ്ങൾ അവരിങ്ങനെ ചിന്തിക്കുകയാണ്. എന്തെല്ലാം ഗുണങ്ങൾ ഒരാളില്ലെങ്കിൽ അത്രേ അയാളുടെ ഗുണം നമുക്ക് നല്ലോണം അറിയാം. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ ഗുണം അറിയണില്ലാവോ? കണ്ണാടില്ലാണ്ടായി നോക്കണം. ഈ കണ്ണ് കാണാത്തവരോട് ചോദിച്ചു നോക്കണം. വർണ്ണശബളമായിട്ടുള്ള ഈ ലോകം കാണാത്ത കറുത്ത അവരുടെ ലോകം, അവരോട് ചോദിക്കണം കണ്ണിൻ്റെ വില അറിയണമെങ്കിൽ. നമുക്കറിയണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്തപ്പോൾ രാമൻ പോയ സമയത്ത് ആ രാമൻ്റെ ഗുണങ്ങൾ അവരുടെ മനസ്സിലിങ്ങനെ ഓരോന്ന് പൊന്തി വരികയാണ്. എല്ലാവരും ദുഃഖസന്തപ്തരായി
ഇങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കെ സൂര്യൻ അസ്തമിച്ചു എന്ന് പറയണം. ഇത്തേവം വിലബന്ധീനാം സ്ത്രീണാം വേഷ്മസു രാഘവം ജഗമാസ്തം ദിനകരോ. ദിനകരനായിട്ടുള്ള സൂര്യൻ അതാ അസ്തമിച്ചു. നേരം രാത്രിയായി. രജനീജാഭ്യവർത്തത, രാത്രി ആയി തീർന്നു എന്ന് പറയുകയാണ്. തീ കത്തിക്കണമെന്നോ മറ്റു കാര്യങ്ങൾ ചെയ്യണമെന്നോ അവർക്കില്ല. എല്ലാ ദിക്കിലും ഇരുട്ട് വ്യാപിച്ചതായ ഒരു പ്രതീതി അവിടെ ഉണ്ടായി. നക്ഷത്രങ്ങൾ ആകാശത്ത് വേണ്ട പോലെ ശോഭിച്ചില്ല. തഥാത്രിയോ രാമനിമിത്തമാതുര യഥാസുതേ പ്രാതരിവാ നിവാസിതേ. അവരെല്ലാം കരഞ്ഞ് 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 ഇലപ്യദീനാരുവിജേതസ സുതേരഹിതാസാം അധികോ കിസോഭവൽ. അടുത്ത് വന്നതായിട്ടുള്ള കുട്ടികൾ പോലും ആനന്ദം അവർക്കുണ്ടായില്ല. ആട്ടമില്ല, പാട്ടില്ല, ഒന്നുമില്ല. വറ്റിയ സമുദ്രം പോലെ അങ്ങാടികളൊക്കെ അടഞ്ഞു കിടന്നു. നാരിമാർ ഒക്കെ വളരെയേറെ ദുഃഖിച്ചു. അവർക്ക് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ സ്വന്തം പുത്രന്മാരെക്കാൾ പ്രായമുള്ള ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം രാമനോടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ദുഃഖം അയോധ്യാപുരിയിൽ തളം കെട്ടി നിന്നത് എന്ന് പറയുകയാണ്. അതിനുശേഷം രാമൻ്റെ ഭാഗത്തേക്ക് സീൻ മാറ്റുകയാണ്. എന്ത് ചെയ്തു? രാമൻ കോസലം എന്ന് പറയുന്നതായിട്ടുള്ള അയോധ്യ തന്നെയാണ് കോസലം. ഒരു വ്യാപിച്ച അതിരിനാണ് കോസലം എന്ന്. അയോധ്യ കുറച്ചേ ഉള്ളൂ, ആ കോസലം കുറച്ചും കൂടി വിപുലമായിട്ട് അത് വിടുകയാണ് എന്ന് പറയാം. രാമോപി രാത്രിശേഷേണത്തേനേവ മഹദന്തരം ജഗാമ പുരുഷ വ്യാഗ്ര പിതുരാജ്ഞാമനുസ്മരൻ. തൻ്റെ അച്ഛൻ്റെ ആജ്ഞയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് രാമൻ യാത്ര ആരംഭിക്കും. യാത്ര അങ്ങനെ തുടരുകയാണ്. നേരം വെളുത്തിരിക്കുന്നു, പ്രഭാതമായി. അപ്പോൾ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് പ്രഭാത വന്ദനമൊക്കെ ചെയ്ത് വളരെ വേഗത്തിൽ തൻ്റെ കുതിരകളെ തെളിച്ചുകൊണ്ട് പോവുകയാണ്. ശരിക്കും വായിച്ചൊക്കെ നമുക്കൊരു വണ്ടിയിലിങ്ങനെ പോകാൻ തോന്നും. യാത്ര അങ്ങനെ നീങ്ങാൻ തോന്നും. ഗ്രാമങ്ങൾ, പാടങ്ങൾ, പൂങ്കാടുകൾ ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലേ. അപ്പോൾ വണ്ടി മുന്നോട്ട് പോകണു, സീൻസ് പിന്നാക്കം ഇങ്ങനെ പോകുന്നു. യാത്ര ഇങ്ങനെ ചെയ്യുന്ന പ്രതീതിയിലാണ് ശ്ലോകത്തിൻ്റെ എണ്ണ. ഗ്രാമാൻ വികിട്ട സീമാന്താൻ, അതിര് നിർമ്മിച്ചതിനാണ് സീമാന്താൻ. പുഷ്പിതാനി വനാനിച്ച, പുഷ്പങ്ങൾ, കാടുകൾ, പാടം അല്ലേ. ബസ് പോകുമ്പോൾ അങ്ങനെയാണല്ലോ. കുറേ കഴിയുമ്പോൾ പാടം കാണും, പിന്നെ കഴിയുമ്പോൾ കാട് കാണും, പിന്നെ കഴിയുമ്പോൾ നഗരങ്ങൾ, പിന്നെ വീണ്ടും പാടം വരും. ഇങ്ങനെ യാത്ര സഞ്ചരിച്ച് അങ്ങനെ പോകുന്നതായിട്ട് സമയത്ത് ആ ജനങ്ങൾ ചിലരൊക്കെ പറയുന്നത് ഇവരുടെ ശ്രദ്ധയിൽ ഇങ്ങനെ കേട്ടു. കഷ്ടം, നിശംസതരയും ദുഷ്ടയുമായിട്ടുള്ള കൈകേയി ഇങ്ങനെ ചെയ്തല്ലോ. ഇപ്രകാരം ജനങ്ങൾ പറയുന്നത് ഇങ്ങനെ കേൾക്കുകയാണ് രാമൻ. കോസലത്തിൻ്റെ അപ്പുറത്തുള്ള ആളുകളും പറയുന്നുണ്ടേ. ഇത് കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾ പറയും, അവിടെ മാത്രമുള്ള ആളുകൾ അല്ലല്ലോ പറയുന്നത്. അതാണ് യാത്ര ചെയ്യുമ്പോഴും ആ പറയുന്നതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽ. ഇത്ര നല്ല സൽപുത്രനെ വനവാസേ മഹാപ്രാജ്ഞം, അറിവില്ലാത്തത് കൊണ്ട് വളരെയധികം ജിതേന്ദ്രിയനും ബുദ്ധിശാലിയും ദയാലുവും ആയ രാമനെ ഈ ദശരഥൻ എന്തിനാണ് നാട് കടത്തിയത് എന്ന ജനങ്ങളുടെ സംഭാഷണം കേട്ടുകൊണ്ടാണ് ഇവർ യാത്ര ചെയ്തത്. ചിലർ പറയുന്നത് കേട്ടു, എങ്ങനെയാണ് രാജകുമാരിയായിട്ടുള്ള സീത ഈ വനവാസം അനുഭവിക്കുക? രാമൻ യാത്ര ചെയ്യുമ്പോഴും ഈ സംസാരം ചെവിയിൽ കേട്ടിരുന്നു. അങ്ങനെ കോസലം കടന്നു എന്ന് പറയണം. വേദശ്രുതി എന്ന് പറഞ്ഞിട്ടൊരു നദി അപ്പോൾ കടക്കുകയാണ്. തതോ വേദശ്രുതിം നാമ ശിവവാരിവഹാം നദീം. വളരെ തെളിഞ്ഞ ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം, നല്ലത് എന്നർത്ഥമാണ് കേട്ടോ. അവിടെ ശിവനൊന്നുമില്ല, അവിടെ തെളിനീരൊഴുകുന്ന ശിവജലം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നല്ല ജലമുള്ളത്, നല്ല ജലം ഒഴുകുന്നതായിരിക്കും തെളിനീരൊഴുകുന്ന. പണ്ട് നദിയൊന്നും വറ്റിയ നദികളല്ല. വേദശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ള നദി കടന്ന് അഗസ്ത്യൻ്റെ താമസ സ്ഥലത്ത് എത്തുകയാണ് എന്ന് പറയുന്നത്. അഗസ്ത്യൻ ഉത്തരീയാഭിമുഖ പ്രയോ ഉത്തീര്യ അഭിമുഖ പ്രായ അഗസ്ത്യ ദൂഷിതാം ദിശം. അഗസ്ത്യൻ വസിക്കുന്നതായിട്ടുള്ള ആ സ്ഥാനത്ത് പോയി അവിടെ ഗോമതി എന്ന് പറഞ്ഞിട്ടും ഒരു നദി ഉണ്ടായിരുന്നു. വേറൊരു നദി ഗോമതി നദി. ഏറെ നേരം യാത്ര ചെയ്തിട്ടാണ് പശുക്കളൊക്കെ തീരത്ത് മേഞ്ഞും കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഗോമതി എന്ന് പറഞ്ഞിട്ടുള്ള നദിയിൽ എത്തിയത്. വേദശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നദിയിലെത്തി. ഗോമതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നദി കടന്നു. അതിനുശേഷം സെന്തിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു നദി. 3 നദിയാണ് ഇവിടെ പറയണത്. വേദശ്രുതി, അതുപോലെ തന്നെ ഗോമതി, പിന്നെ സെന്തിക എന്ന് പറഞ്ഞിട്ടുള്ള നദി. ഈ 3 നദിയും കടന്നു. ഗോമതിം ചാപ്യതിക്രമ്യ രാഘവ ശീഘ്രഗേർഹൈഹി മയൂരഹംസാവിരുദാം തദാര സെന്തികാം നദിം. ഗോമതി, വേദശ്രുതി, അതേപോലെ സെന്തിക. ആദ്യം കടന്നത് വേദശ്രുതിയാണ്, പിന്നെ രണ്ടാമത് ഗോമതിയും,
പിന്നെ സെന്തികാ നദിയും കടന്ന് അഗസ്ത്യാശ്രമത്തിൻ്റെ അടുത്തേക്ക് എത്തി എന്ന് പറയുകയാണ്. അതിനുശേഷം ഭഗവാൻ സീതയോട് പറഞ്ഞു, സീതയെ, ഈ വലിയ രാജ്യം, ഈ കോസലത്തിൻ്റെ അതിർത്തി ഭാഗത്ത് ഇവിടെ കിടക്കുന്നതായിട്ടുള്ള ഈ രാജ്യം മനു, ഇക്ഷ്വാകു, അതായത് ഈ ഇവരുടെ വംശത്തിൻ്റെ പൂർവജനാണ് ഇക്ഷ്വാകു. അവിടുന്നാണ് 100 പുത്രന്മാരെന്നും പറഞ്ഞിട്ട് ദശരഥൻ മുതലായിട്ടുള്ളവരൊക്കെ റൂട്ടാണ് ഈ ഇക്ഷ്വാകു. കൊടുത്ത രാജ്യമാണ് ഇത് എന്ന് പറഞ്ഞ് സീതയ്ക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഈ കാണുന്നതായിട്ടുള്ള രാജ്യം ഇക്ഷ്വാകു പിന്നെ മനു നൽകിയതാണ്. കണ്ടു സീതയെ എന്ന് പറഞ്ഞിട്ട് സ മഹിമനുനാരാജ്ഞ, മനുവായിട്ടുള്ള രാജാവിനാൽ കൊടുക്കപ്പെട്ടതാണ് സീതയെ ഈ രാജ്യം. ഭഗവാൻ പറഞ്ഞു, സൂത ഈ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ രാജ്യം നമ്മൾ വിടാൻ പോവുകയാണ്. കോസലമായിട്ടുള്ള അതിർത്തിയും മനു ഇക്ഷ്വാകിന് കൊടുത്തതുമായിട്ടുള്ള രാജ്യം ഇതാ നമ്മൾ വിടാൻ പോവുകയാണ്. അതിർത്തി ഇങ്ങനെ കടന്ന് പോവുകയാണല്ലോ, പിന്നാക്കം പോവുകയാണല്ലോ. അപ്പോൾ രാമനൊരു ചിന്ത വരികയാണ്, സൂതാ, ഈ രാജ്യം എന്നാണ് നമ്മളിനി കാണാൻ പോണത്? അതായത് വിടുക ഇപ്പോഴേ കാണാൻ പറ്റൂ, കുറച്ച് കഴിഞ്ഞാലോ വണ്ടി എവിടെയോ എത്തും, ഇല്ലേ, തേര എവിടെയോ എത്തും. നമ്മൾ തിരിച്ചു വന്ന് സന്തോഷമായിട്ട് ഇവിടേക്കൊന്ന് ദർശിക്കുക, ഒന്നിങ്ങനെ കാണാനിറങ്ങുക, നായാട്ടിനിറങ്ങുക, ഒന്ന് ഇതേ നടക്കാനിറങ്ങുക. അത് 14 കൊല്ലം കഴിയേണ്ടേ സൂത. ഇതാ അവസാനമായിട്ട് ഈ സ്ഥലം ഒന്ന് ഞാൻ നോക്കി കാണട്ടെ. ഇനി നമുക്കിതിനെ കാണണമെങ്കിൽ എത്ര കാലം കഴിയണം അല്ലേ സൂത എന്ന് ഭഗവാൻ പറയുകയാണ്. കഥാഹം പുനരാഗമ്യ സരയുയാ പുഷ്പിദേവനേ സരയൂ നദി. ഇതിനൊക്കെ അടുത്ത ബന്ധമുണ്ടല്ലോ ഭഗവാന്. നമുക്ക് ബന്ധമുള്ള കുളം, ക്ഷേത്രം വിട്ടു പോകുമ്പോൾ അതിനെയൊക്കെ നമുക്ക് ഓർമ്മ വരും. ഈ അമ്പലത്തിലൊന്നും വന്നിട്ട് ഇനി എപ്പോഴാണ് നമുക്കൊന്ന് തൊഴുകാൻ തരാവുക, നമ്മൾ ചിന്തിക്കില്ലേ? അതേപോലെ സരയുക, ഈ സരയൂ നദീനെ നമ്മളിനി എപ്പോഴാണ് സൂത കാണുക? ഒന്ന് നേരെ കാണട്ടെ. ഇനി നമുക്കിത് കാണാൻ പറ്റില്ലല്ലോ വർഷക്കണക്കിന്. പുഷ്പിദേവനെ, ഈ പുഷ്പിച്ചതായിട്ടുള്ള കാടും നമുക്കിനി എപ്പോഴാണ് കാണാൻ സാധിക്കുക? മൃഗയാം പര്യടിഷ്ട്യാമി മാത്രാപിത്രാച സംഗത. അച്ഛനും അമ്മയായിട്ട് കണ്ടിട്ടൊന്ന് സന്തോഷിച്ചിട്ട് ഒരു നായാട്ടിന് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങുക. അവരുടെ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞതാണല്ലോ നായാട്ട്. അത് നമുക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? അല്ലെ, അടക്കിയ ഒതുങ്ങാത്ത അഭിനിവേശം ഉണ്ട് അതിനോടൊക്കെ. ഇനി നമുക്ക് എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്, കാണാനായിട്ട്, മടങ്ങി വന്ന് അച്ഛനമ്മമാരോട് കൂടി ചേരാനും ഇതിയൊക്കെ ഒന്ന് നടക്കാനും സാധിക്കുക അല്ലേ സൂത? അപ്പോഴേക്കും വണ്ടി തേരിങ്ങനെ പോവുകയാണ്. അതും വിട്ട് പിന്നാക്കം തള്ളി കുതിരകൾ വേഗത്തിൽ സഞ്ചരിച്ചു. കോസലം എന്ന് പറയുന്ന ആ രാജ്യത്തെ വിട്ടു എന്ന് പറയുന്നത്. വളരെ വേദനയോട് കൂടിയിട്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗം പിരിഞ്ഞു പോണ പോലെ കോസലത്തെ വിട്ടു ഭഗവാൻ. വിടർന്ന് യാത്ര തുടരുകയാണ്. ഇനി ഗുഹനെ കാണുന്ന സന്ദർഭമാണ് അടുത്തതായിട്ടുള്ള സർഗം. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം തമുദ്ദതരണം ലങ്കാപുരീദാഹനം രാവണകുംഭകർണനിധനം ഏതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.